ഹായ് നമസ്കാരം, എൻ്റെ പേര് അജീഷ്. ഞാൻ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിൻ്റെ വിന്നിംഗ് മെമ്പറായിരുന്നു. കപ്പടിച്ചതിൽ ഒരുപാട് സന്തോഷം. KCL ഇത്തവണത്തെ കിരീടം നമുക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ടീംമേറ്റ്സിനെ പരിചയപ്പെടുത്താം. വിൻസിനെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മളെ ടീമിൻ്റെ ടോപ്പ് റൺ ഗെറ്റർ ആൻഡ് ഫിറ വിൻസി എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കറന്റ്. ആൻഡ് വിൻസി എന്ന് പറയാ ജസ്റ്റ് ഹാപ്പി. നമ്മുടെ മാജിക്കിന്റെ പിന്നിൽ എന്തായിരുന്നു? മാജിക്കിന്റെ ഒരു ടീമായിട്ട് കളിച്ചു, അല്ലാതെ വേറെ ബിഗ് സൈൻസ് ഒന്നും ഇല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരുടെയും സക്സസിന് വേണ്ടി, അതായത് ഇപ്പം ഇവൻ അടിക്കുവാണെങ്കിൽ ഞാൻ എൻജോയ് ചെയ്യുന്നു, ഇവൻ അടിക്കുവാണെങ്കിൽ മറ്റുള്ള ആരാണെങ്കിലും ഞാൻ അടിക്കുവാണെങ്കിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നു. അതിന്റെ ഇത് തന്നെയാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. നമ്മുടെ ടീമിലെ വൺ ഓഫ് ദ ബെസ്റ്റ്, നമ്മുടെ ചാമ്പ്യൻസ് ആവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാവരും എഫേർട്ട് ഇട്ടു, എന്നാലും ഒരു പടിക്ക് മേളിൽ എഫേർട്ട് ഇട്ടത് നമ്മുടെ ആഷിക്കാണ്. ആഷിക്കിന് ഒന്ന് ഞാൻ സന്തോഷടാ, കപ്പടിച്ചില്ലേ, അടിപൊളി. പറയൂ, എങ്ങനെയായിരുന്നു എന്റെ ഫീൽ? എങ്ങനെയായിരുന്നു? എന്റെ ഫീൽ അടിപൊളിയാണ്. കപ്പടിച്ചു. എന്തൊക്കെ പ്രതീക്ഷയാണ് നീ ടൂർണമെന്റിലേക്ക്? അങ്ങനെ പ്രത്യേകിച്ച് പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. കളിക്കണം പോണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ UK തിരിച്ചു പോകാനുള്ള പ്ലാനിലാണ് വന്നത്. ഇനി അത് നടക്കുന്നു. നമ്മുടെ ടീമിലെ ഏറ്റവും യങ്ങസ്റ്റ് പ്ലെയർ എന്ന് പറയാം. ഓക്കെ, യങ്ങസ്റ്റ് പ്ലെയർ രാകേഷ് ബക്കുചേട്ടൻ. സന്തോഷം, ഇങ്ങനെ ഒരു നല്ല ടീം അത് കളി ജയിക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല നമ്മളുടെ ടീം കപ്പടിക്കുമെന്ന്. പക്ഷേ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമ്മളെല്ലാവരും പറഞ്ഞിരുന്നത് നമ്മൾ ചാമ്പ്യൻഷിപ്പ് അടിക്കാനുള്ള ടീമാണെന്നാണ്. ഓക്കെ, അനദർ വൺ ഓൾറൗണ്ടർ ബാറ്റ്സ്മാൻ നമ്മുടെ ആൽഫി പറയാം. ആൽഫി, അത് ലാസ്റ്റ് മാച്ചിൽ അങ്ങനത്തെ ഒരു ഇൻസിഡന്റിൽ ഔട്ടായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, അടുത്ത മാച്ചിൽ ഞാൻ എന്താന്ന് കാണിച്ചു കൊടുക്കും. അത് അവൻ കാണിച്ചു. ലാസ്റ്റ് മാച്ചിൽ അവൻ ആ ഒരു ടൈം ഔട്ടിൽ ഔട്ടായപ്പോൾ അതിന്റെ ഒരു ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ മാച്ച് നമ്മൾ തീർത്തു കൊടുത്തു. നമ്മൾ ചാമ്പ്യൻസ് ആയിട്ട് കാണിച്ചു കൊടുത്തു. അടിപൊളി. ഫീലിംഗ് എങ്ങനെയുണ്ട്? ഫീലിംഗ് വെരി ഹാപ്പി. അടിപൊളി. താങ്ക് യു. ഇതാണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് ഷാനു. എങ്ങനെയുണ്ട് ഷാനു ഫീലിംഗ്? വളരെയധികം സന്തോഷം. കപ്പടിക്കലില് ആദ്യം എഴുതി തള്ളിയ ടീമായിരുന്നു എല്ലാവരും. അതെ, പേപ്പറിൽ നമ്മൾ വളരെ പിന്നിലായിരിക്കും എന്നായിരുന്നു എല്ലാവരുടെയും വിശ്വാസം. അതിനെല്ലാവരും മറുപടിയായി നമ്മൾ കിരീടം ഉയർത്തിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. അടുത്തത് നമ്മുടെ മാച്ച് വിന്നർ നമുക്ക് പരിചയപ്പെടാം. പറയൂ ജെറിൻ, എന്താണ് ഫീലിംഗ്? നിന്റെ ഫീലിംഗ് എന്താണ്? വളരെ സന്തോഷമുണ്ട്, കപ്പടിക്കാൻ പറ്റി. ലാസ്റ്റ് ഇയർ ഒത്തിരി സങ്കടപ്പെട്ടില്ലേ? ലാസ്റ്റ് ഇയർ നമ്മൾ ഒന്നും അല്ലാണ്ട് പോയടുത്തുനിന്ന് ഈ വർഷം തിരിച്ച് നല്ലൊരു കമ്പാക്ക് പഠിച്ചു. വളരെ സന്തോഷം. അടുത്തത് നമുക്ക് നമ്മുടെ സ്വന്തം ഓണർ, നമ്മുടെ ടീമിന്റെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ ഓണറായ സുഭാഷിയെ പരിചയപ്പെടാം. പറയൂ സുഭാഷി, എന്താണ് ഫീലിംഗ്? അടിപൊളി. ഇതിൽ കൂടുതൽ എന്ത് ഫീലിംഗാണ്? നിങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ നിന്ന് കളിക്കുന്നത്? എന്ത് പിച്ചാണിത്? അജീഷിന്റെ ഒക്കെ പെർഫോമൻസ് ഞാൻ അവിടെ UK ഇരുന്ന് കാണുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നമ്മുടെ കനകക്കുന്നില് നമ്മുടെ ലോഞ്ചിന്റെ സമയത്ത് സുഭാഷി പറഞ്ഞത് ഈ സാല കപ്പ് നമ്മുടെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വന്ന് അവിടെ നിന്ന് മാനിഫെസ്റ്റ് ചെയ്തു, നമ്മൾ ലാസ്റ്റ് കപ്പ് അടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഫീല്. ഇപ്പൊ ആ ഫീല് വന്നിരിക്കുന്നു. എന്താണ്? കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്നും ന്യൂസ് മലയാളത്തിന് വേണ്ടി ക്യാമറമാൻ ഷമീനൊപ്പം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പ്ലെയർ അജീഷ്. താങ്ക് യു.